അവര് പറയട്ടെ ചെറിയമ്മേ. എന്തായാലും പത്മാവതി എന്റെ അമ്മയല്ലേ, അച്ഛന്റെ ഭാര്യയായിട്ട് വർഷങ്ങളോളം ജീവിച്ചവരല്ലേ. ഋതുമോളെ, എന്നാലും എന്തിനാ ചെറിയമ്മ ഇത്രയും പേടിക്കുന്നേ? ഋതു, ഇവരെ തകർത്തത് കുടുംബജീവിതം, എന്റെ അച്ഛന്റെ അമ്മയുടെ ജീവിതം. സത്യവും നീതിയും എല്ലാം നമ്മുടെ ഭാഗത്താ. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, സത്യമേ ജയിക്കൂ. വർമ്മ സാർ എങ്ങനെയാ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. രാജു, എനിക്കും പേടിയുണ്ട്. പക്ഷേ ഇതിനൊരു അന്ത്യം ഉണ്ടായാലല്ലേ പറ്റൂ. അല്ല, എല്ലാവരുടെയും യാത്രയൊക്കെ സന്തോഷമായിരുന്നോ? ആ, സന്തോഷമായിരുന്നു സാർ. ആ, ശേഖരൻ എവിടെയാ? അവനി ശേഖരേട്ടൻ വന്നില്ല. കമ്പനിയിൽ എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് എന്നെ തിരിച്ചയച്ചു. ചേച്ചി, രാജുവിന്റെ വീട്ടിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരോടും നല്ല സന്തോഷമായിട്ടല്ലേ ചേച്ചി യാത്ര പറഞ്ഞു പിരിഞ്ഞത്? അതെ പ്രതാപ, എന്നാലും അത് കഷ്ടമായിപ്പോയി പ്രതാപ. എന്ത് ചേച്ചി? അല്ല, ഞാൻ ന്യൂസൊക്കെ അറിഞ്ഞു. നീ എന്തിനാ പ്രതാപ ആഭ്യന്തര മന്ത്രിപദം വേണ്ടാന്ന് വെച്ചേ? അധികാരത്തിലിരിക്കുന്ന നിന്നെ കാണാനാ ഈ ചേച്ചിക്ക് ഏറെ ഇഷ്ടം. ഈ സംസ്ഥാന ഭരണം എന്റെ മാത്രം കുത്തകയല്ല ചേച്ചി. അനേകം കഴിവുകളുള്ള യുവതലമുറയുണ്ടല്ലോ, അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അതാ അതിന്റെ ശരി. മോളെന്താ ടെൻഷനോടെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നിനക്കോടാ? ഏയ്, ഒന്നുമില്ല സാർ. ചേച്ചി വളരെ റെസ്റ്റ്ലെസ് ആണല്ലോ. എന്താ ചേച്ചി? എന്റെ മനസ്സ് തീരെ ശരിയല്ല പ്രതാപ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മനസ്സിലൊരു ഭാരം എനിക്ക് ഇറക്കി വെക്കണം. എന്തൊരായുസ്! ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ആളിതാ വിളിക്കുന്നു. സിസ്റ്റർ പവിത്രയാ. ഹലോ സിസ്റ്റർ, നമസ്കാരം. നമസ്കാരം. സാർ തിരിച്ചു വന്നോ? ആ, ഞാനിപ്പോ വീട്ടിലെത്തിയുള്ളൂ. സിസ്റ്റർ എപ്പോഴാ ഒന്ന് നേരിൽ കാണാൻ പറ്റുക? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെടുവോ? ആ, വെരി ഗുഡ്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അവർ വന്നില്ല. ദേ, ഇപ്പൊ അവരെന്നെ കാണാൻ വരുന്നുണ്ട്. സിസ്റ്റർ പവിത്ര. ആ യാമിനി, എന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയാ വരുന്നത്. അവരെ നന്നായിട്ട് സ്വീകരിക്കണം.